പ്രോട്ടീനിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിലെ ഒരു ഫ്യൂൽ പോലെയാണ് നമുക്ക് പ്രോട്ടീൻ പ്രവർത്തിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ഡെയിലി ബേസിൽ നമുക്ക് പ്രോട്ടീൻ വേണം. ഒരാൾ എത്ര കിലോ വെയിറ്റ് ഉണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻ ഡെയിലി ബേസിൽ കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്കതൊരു കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് ആവാം നമ്മുടെ ബോഡിയിൽ. അപ്പൊ ഈ പ്രോട്ടീൻ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഡെയിലി ബേസിൽ നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ 3 നേരവും ഒരുപോലെ എടുക്കുക. അതല്ലാണ്ട് ഒരു സമയത്ത് കൂടുതൽ ഒരു സമയത്ത് കുറവ് അങ്ങനെ എടുക്കരുത്. നമ്മൾ കഴിക്കുന്ന 3 നേരത്തും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവിൽ ഫുഡ് പ്രോട്ടീൻ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ക്രേവിംഗ് ടെൻഡൻസി ഇല്ലാതിരിക്കുക. എന്തിനാണ് നമ്മൾ പ്രോട്ടീൻ എടുക്കുന്നത്? ഒന്ന്, നമ്മുടെ വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിശപ്പ് ഉണ്ടാവും, ക്രേവിംഗ് ടെൻഡൻസി ഉണ്ടാവും, അതേപോലെ തന്നെ ഷുഗർ ക്രേവിംഗ്, മധുരത്തിനുള്ള ഒരു അമിതമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് പ്രോട്ടീൻ വേണം. അതുപോലെ നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ വേണം. എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡ് നമ്മൾ കഴിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മസിൽസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ ബോഡിയിലെ ടിഷ്യൂവിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടാം? ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് അതേപോലെ തന്നെ സോയ പ്രോട്ടീൻ ഉണ്ട്. സോയ പ്രോട്ടീൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈ ക്വാളിറ്റി പ്ലാന്റിൽ നിന്നുള്ള ഒരു പ്രോട്ടീൻ ആണ്. അതിൽ നല്ല എസെൻഷ്യൽ അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അതേപോലെ ഫൈറ്റോ ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുണ്ട്, ഐസോഫ്ലാവിൻ ആണ്. ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രോട്ടീൻ ആണ് നമ്മുടെ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ. ഇത് ഡെയിലി ബേസിൽ നമ്മൾ ഒരു സ്പൂൺ എടുക്കുമ്പോൾ ഏകദേശം 5 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലെത്തും. അതുപോലെ തന്നെ 9 എസെൻഷ്യൽ അമിനോ ആസിഡും കിട്ടുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കലോറി വളരെ കുറവാണ്, ഷുഗർ കണ്ടന്റ് തീരെയില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മസിൽസിനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതുപോലെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്ന മറ്റൊരു സോഴ്സ് ആണ് ഷേക്ക് മേറ്റ്. ഷേക്ക് മേറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഇത് നമ്മൾ 2 സ്കൂപ്പ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഹൈ ക്വാളിറ്റിയിലുള്ള നല്ലൊരു പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ബോഡിയിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ്റെ അളവ് കുറച്ചുകൂടെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് നോർമലായിട്ട് കിട്ടുന്ന പ്രോട്ടീൻ മിൽക്കുകളും ഷേക്ക് മേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഷേക്ക് മേറ്റിൽ ഒരു ചെറിയ അംശം സ്കിംഡ് ഇതുണ്ട്, ലാക്ടോസ് ചേർന്നിട്ടുണ്ട്. എന്നാൽ സ്കിംഡ് മിൽക്കിലൊക്കെ കൂടുതലായിട്ടാണ് ലാക്ടോസ് അടങ്ങിയിട്ടുള്ളത്. സോയ മിൽക്കിൽ ലാക്ടോസ് ഇല്ല. എന്നാൽ നമുക്ക് ഒരു കുറഞ്ഞ അളവിൽ ലാക്ടോസ് ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷെ അത് കൂടാൻ പാടില്ല. അപ്പൊ സ്കിംഡ് മിൽക്ക് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി, നമ്മുടെ ഷേക്ക് മേറ്റ് നല്ല ഹൈ ക്വാളിറ്റിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. PDCAAS എന്ന് പറയുന്ന ഒരു വിദേശത്തുള്ള ഒരു ഫുഡ് ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഷേക്ക് മേറ്റ്. എന്നാൽ സ്കിംഡ് മിൽക്കിലോ സോയ മിൽക്കിലോ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഷേക്ക് മേറ്റിൽ, ബാക്കിയുള്ളതിൽ അതില്ല. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് സ്കിംഡ് മിൽക്കിനെക്കാളും സോയ മിൽക്കിനെക്കാളും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേക്ക് മേറ്റ് തന്നെയാണ്. സോ എല്ലാവരും ഷേക്ക് മേറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്ന വേറൊരു സോഴ്സ് പരിപ്പിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും. അതുപോലെ തന്നെ അതിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഡൈജഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ഓവറായിട്ട് വിശപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സോഴ്സാണ് നമുക്ക് പരിപ്പ് കഴിക്കാൻ. നമ്മുടെ ഒരു ഇതുണ്ടല്ലോ മസൂർ ദാലാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതുപോലെ ഗ്രീൻ പീസ്, ടോഫു പനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയാബീനിൽ നിന്ന് എടുക്കുന്ന ഒരു പനീറാണ്. നല്ല ഹൈ പ്രോട്ടീൻ ആണ്. അത് നമുക്ക് പ്രോട്ടീൻ കിട്ടുകയും ചെയ്യും. അതിൽ ആവശ്യമായിട്ടുള്ള ഒരു അമിനോ ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ടോഫു പനീർ നമുക്ക് വളരെ നല്ലതാണ്. അതിൽ വളരെ ഫാറ്റ് വളരെ കുറവും പ്രോട്ടീൻ നല്ല ഹൈയും ആണ്. അതുപോലെ തന്നെ ഇതൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക്. നമ്മുടെ ഇരുമ്പിന്റെയും കാൽസ്യത്തിന്റെയും ഒക്കെ ഒരു കണ്ടന്റ് നമുക്ക് ടോഫു പനീറിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ടോഫു പനീർ ചേർക്കുന്നത് വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഗ്രീൻ പീസ് നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ വേണമെങ്കിൽ കഴിക്കാം. കാരണം അതിൽ ചെറിയ അളവിൽ പ്രോട്ടീനും വൈറ്റമിൻ കെയും സിയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ഒക്കെ വേവിച്ച് മുട്ടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചിക്കിയിട്ടൊക്കെ കഴിക്കുമല്ലോ, പട്ടാണി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ ആ രീതിയിൽ അതേപോലെ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കറികളിലും എല്ലാം നമുക്ക് പച്ചപ്പട്ടാണി ചേർത്തിട്ട് ഉണ്ടാക്കാം, വളരെ നല്ലതാണ്. നമുക്ക് നല്ലൊരു പ്രോട്ടീൻ സോഴ്സും ആണ്, നമുക്ക് വല്ലാണ്ട് കലോറി ഇല്ലാത്തൊരു സാധനമാണ്. സോ നമുക്ക് പ്രോട്ടീന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം.
അതുപോലെ ചീസ്, കോട്ടേജ് ചീസ് നമുക്ക് കുഴപ്പമില്ലാന്നേ ഉള്ളൂ. വല്ലാണ്ട് ഓവറായിട്ട് അത് കഴിക്കരുത്. കുറഞ്ഞ അളവിലൊക്കെ നമുക്ക് കോട്ടേജ് ചീസ് വേണമെങ്കിൽ കഴിക്കാം. അത് പ്രോട്ടീൻ കിട്ടും, നല്ലത് തന്നെയാണ്. ഒരു ദഹിക്കുന്ന രീതിയിലുള്ള പ്രോട്ടീൻ തന്നെയാണ്. പക്ഷെ ഓവറായിട്ട് എന്നാലും കഴിക്കണ്ട കേട്ടോ. പക്ഷെ തൈര് വളരെ നല്ലതാണ്. തൈരിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗുഡ് പ്രോബയോട്ടിക്കുമാണ്. അപ്പൊ നമ്മുടെ ഡൈജഷനൊക്കെ വളരെ നന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് തൈര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തൈരിന്റെ കാര്യത്തിൽ ഡെയിലി ബേസിൽ നമ്മൾ തൈര് എടുക്കുക. മോരായിട്ടോ തൈരായിട്ടോ നമ്മൾ കഴിക്കാം. പിന്നെ വീട്ടിൽ നമ്മൾ ജസ്റ്റ് പാലൊഴിച്ച് ഉണ്ടാക്കുന്ന തൈര് ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മൾ ഇതുണ്ടല്ലോ, ബോട്ടിൽ കിട്ടുന്ന പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര്, അങ്ങനത്തത് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. പിന്നെ അതേപോലെ നമുക്ക് നട്ട്സ് ഏതൊക്കെ കഴിക്കാൻ പറ്റുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാം, നിങ്ങളോട് അണ്ടിപ്പരിപ്പൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ബദാം നന്നായിട്ട് കഴിക്കാം. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിക്കാന്നല്ല, ഒരു ദിവസം ഒരു 10 എണ്ണം വരെ കഴിക്കാം. നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. അതുപോലെ തന്നെ അതിൽ ചെറിയ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡെയിലി ബേസിൽ ഒരു 10 ബദാം വരെ നമുക്ക് കഴിക്കാം. അപ്പൊ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ സാലഡ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കുതിർത്തിട്ട് നിങ്ങൾ ഷേക്ക് അടിക്കുന്ന സമയത്ത് ഒരു 5 എണ്ണം ഷേക്കിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാൻ കുഴപ്പമില്ല. ഒരുപാട് കലോറി കൂടൂല, അതുകൊണ്ട് തന്നെ ഷേക്കിൽ ചേർത്ത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് നമുക്ക് വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. അതേപോലെ പംകിൻ സീഡ് എല്ലാവർക്കും അറിയാലോ അല്ലെ, മത്തം കുരു. ഇത് വളരെ നല്ലതാണ്. അതിൽ അത്യാവശ്യം വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡൈജഷന് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. ഒരു ഫൈബർ കണ്ടന്റും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് സാലഡില് അതേപോലെ ഓട്സ് ഒക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിലൊക്കെ കഴിക്കാം. എന്നാൽ ഇത് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കരുത്. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് വേവിച്ച ഭക്ഷണമാണെങ്കിൽ 5 മണിക്കൂർ ഗ്യാപ്പ് കിട്ടണം. വേവിക്കാത്ത ഭക്ഷണമാണെങ്കിൽ 3 മണിക്കൂർ ഗ്യാപ്പ് കിട്ടണം. ഈ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡൈജഷനും നടക്കുകയുള്ളൂ, നമ്മുടെ വെയിറ്റ് ലോസും നടക്കുകയുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് കുറച്ചു, വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞു എന്തെങ്കിലും ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ആവില്ല. ഓക്കെ. അതേപോലെ നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന എല്ലാം ഉച്ചയ്ക്ക് കഴിക്കുക, വൈകുന്നേരം ഹെവി ആയിട്ടുള്ളത് കഴിക്കരുത്. പിന്നെ ഫ്ലാക്സ് സീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ നല്ലൊരു ഫൈബർ കണ്ടന്റ് ആണ്. അതേപോലെ തന്നെ omega 3 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചെറിയ അളവിലൊരു പ്രോട്ടീനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് നമുക്ക് ഫ്ലാക്സ് സീഡും കഴിക്കാം. ഫ്ലാക്സ് സീഡ് ഒറ്റയ്ക്ക് കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു വിഴുവിഴുപ്പുള്ള സാധനമാണ്. അപ്പൊ നിങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് ദോശ അങ്ങനത്തെ പുട്ടൊക്കെ ആണെങ്കിൽ ഫ്ലാക്സ് സീഡ് പൊടിച്ചു വെച്ചിട്ട് കുറച്ച് നമുക്ക് അതിന്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ സ്മൂത്തി ആയിട്ടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, ഓട്സ് കഴിക്കുമെങ്കിൽ അങ്ങനെ, ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കുക കേട്ടോ, കുഴപ്പമില്ല. എന്നും ഒരേ ചോറ് കറി എന്നുള്ള ഒരു മെത്തേഡ് മാറ്റിയിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഒരു ദിവസം ചോറ് കഴിക്കുക, ഒരു ദിവസം ദോശ കഴിക്കുക, ഒരു ദിവസം പുട്ട് കഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ ഇഷ്ടമുള്ളത് കഴിക്കുക. പക്ഷേ കഴിക്കുന്ന സമയത്ത് നമ്മുടെ 4-in-1 എന്നുള്ള ആ ഒരു കോംബോ ഓർത്താൽ മതി. നമ്മൾ എത്രയാണോ ഇത് കാർബ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്കൊരു വെജിറ്റബിൾ എടുക്കുക, അതേ അളവിൽ തന്നെ ഒരു വെജിറ്റബിൾ സാലഡ് എടുക്കുക, അതേ അളവിൽ തന്നെ ഒരു പ്രോട്ടീൻ എടുക്കുക. അങ്ങനെ നമ്മുടെ ഫുഡ് പ്ലേറ്റിനെ 4ആയിട്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. നമുക്ക് വയറ് നിറയുകയും ചെയ്യും, വിശന്നിരിക്കേണ്ടി വരില്ല. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ ഫുഡ് പ്ലേറ്റ് അറേഞ്ച് ചെയ്യാം. അടുത്തത് നമുക്ക് ഇറച്ചിയിൽ ഏതൊക്കെയാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത് നോക്കാം. ഒന്ന് ചിക്കന്റെ ബ്രസ്റ്റ് നല്ല പ്രോട്ടീൻ ആണ്. പക്ഷെ ഓവറായിട്ട് കഴിക്കാൻ നിൽക്കേണ്ട, കാരണം കാലറി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ചോറ് ഇതൊക്കെ എടുക്കുന്നതിന്റെ കൂടെ ചിക്കൻ കുറച്ച് എടുത്താൽ കുഴപ്പമില്ല. കൂടുതലാവുന്നതാണെങ്കിൽ നമുക്ക് കലോറിയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടും. നമ്മൾ കലോറി മാനേജ് ചെയ്തിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നത്. സോ നമ്മൾ കഴിക്കുന്ന സമയത്ത് കലോറി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ആവില്ല. നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ 8000 കലോറി നമ്മൾ എപ്പോൾ കൂടുതലാവുന്നോ അപ്പൊ നമ്മൾ 1 കിലോ വെയിറ്റ് കൂടും. സെയിം 8000 കലോറി നമ്മൾ എപ്പോൾ കുറയുന്നോ അപ്പോൾ 1 കിലോ വെയിറ്റ് കുറയും. അപ്പൊ ചില ദിവസങ്ങളിൽ നമ്മളൊരു നല്ല കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേന്ന് 1/2 കിലോ 1 കിലോ ഒക്കെ വെയിറ്റ് കൂടുന്നുണ്ടാവും. എന്നാലും നമ്മൾ ഒരുപാടൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവിടെ കഴിച്ചിട്ടുള്ള സ്വീറ്റ്സ് അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് എല്ലാം ഹൈ കാലറി ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ഹൈ ഷുഗർ ഉള്ളതായിരിക്കും. അപ്പൊ ഈ സാധനം നമ്മുടെ ബോഡിയിൽ എത്തുമ്പോഴത്തേക്ക് നമുക്കത് ഫാറ്റായിട്ട് കൺവെർട്ട് ആവും. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് കൂടുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെക്കുക, കാലറി കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് താറാവ് നല്ലതാട്ടോ, വെയിറ്റ് ലോസിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇന്നാള് നമ്മുടെ കോച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് 4 കാലുള്ളതൊന്നും കഴിക്കണ്ട, അതെല്ലാം വെയിറ്റ് കൂടുന്നതാണെന്നല്ലേ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോ എല്ലാവരോടും അത് പറയാറുണ്ട്, 4 കാലുള്ള കഴിക്കേണ്ടത്. 4 കാലുള്ള എന്തൊക്കെയാണ്? ആട്, പോത്ത്, ഞണ്ട്, പിന്നെ ചെമ്മീൻ, ഈ സാധനങ്ങളല്ല, അതെല്ലാം വെയിറ്റ് കൂടും.
എന്നാൽ താറാവ് നമുക്ക് വെയിറ്റ് കൂടില്ല. ടർക്കി കോഴിയും വളരെ നല്ലതാണ്, അതും നമുക്ക് നല്ല ഗുഡ് ഫാറ്റ്, ഗുഡ് പ്രോട്ടീൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് അമിനോ ആസിഡ് ഒക്കെ അതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. ഇടയ്ക്ക് നിങ്ങൾക്ക് താറാവ് ഇറച്ചിയൊക്കെ കഴിക്കാം, നല്ലതാണ്. എന്നും ചിക്കൻ തന്നെ കഴിക്കണമെന്നില്ല. പിന്നെ ലിവർ, ഇപ്പോൾ ലിവറിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്ക് ലിവർ കഴിക്കുന്നത് നല്ലതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫാറ്റി ലിവർ ഒരുപാടുള്ളവരാണെങ്കിൽ ലിവർ കഴിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ കഴിക്കേണ്ടത്. അതേപോലെ യൂറിക് ആസിഡ് ഉള്ള ഒരാളാണെങ്കിൽ ലിവർ കഴിക്കരുത്. അപ്പോൾ എന്താണോ നിങ്ങളുടെ ബോഡി കണ്ടീഷൻ എന്ന് നോക്കി നിങ്ങളുടെ കോച്ചിനോട് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളിത് കഴിക്കുക. ഞാൻ ഇന്ന് ലിവർ കഴിക്കാൻ പറഞ്ഞു, ടർക്കി കോഴി കഴിക്കാൻ പറഞ്ഞു, ഡക്ക് കഴിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം തോന്നിയതുപോലെ കഴിക്കരുത്. നിങ്ങളുടെ ബോഡി കണ്ടീഷൻ നിങ്ങളുടെ കോച്ചിനോട് പറഞ്ഞ് കോച്ചിന്റെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം കഴിക്കുക. ഇതിലെല്ലാം പ്രോട്ടീൻ സോഴ്സ് ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പ്രത്യേകം ആ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ നമുക്ക് നല്ലൊരു ഫുള്ളായിട്ടൊരു പ്രോട്ടീൻ കിട്ടുന്ന, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാധനം മുട്ട. കാരണം എളുപ്പമാണ്, സിമ്പിൾ ആയിട്ട് പ്രോട്ടീൻ കിട്ടുന്ന ഒരു സംഭവമാണ് മുട്ട. അതുകൊണ്ട് ഞാൻ മുട്ട എല്ലാ ദിവസവും കഴിക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഡെയിലി ഒരു 3 മുട്ട വരെ ഫുള്ളായിട്ട് തന്നെ കഴിക്കാം, ഒരു പ്രശ്നമില്ല. അത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ കിട്ടും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഷേക്കിന്നും ബാക്കിയുള്ള ഫുഡിൽ നിന്നൊക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ബാലൻസ് ആവും. എന്നാലും വല്ലാണ്ടൊന്നും ആവില്ല, നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കഴിക്കുക. അപ്പൊ മുട്ട കഴിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, നല്ല വേവിച്ച മുട്ട എടുക്കുക. ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ മുട്ടയുടെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. മുട്ട എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് മുട്ട അച്ചയിലേക്ക് വെക്കരുത്, നന്നായിട്ട് കഴുകിയതിന് ശേഷം വെക്കുക. കാരണം ആ കോഴീൻ്റെ കാഷ്ടമൊക്കെ വന്നിട്ട് അതിലൊരു ചീത്ത ബാക്ടീരിയ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എവിടെ വെക്കുന്നു ആ സ്ഥലത്തെല്ലാം അത് സ്പ്രെഡ് ആവും. അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിന് വഴി വെക്കരുത്. സോ അത് മാറ്റുക, കഴുകി നല്ല വൃത്തിയാക്കി തുടച്ച് ഉണക്കിയിട്ട് വെക്കുക. അതുപോലെ തന്നെ മുട്ട വേവിച്ചിട്ട് കഴിക്കുക, പച്ചമുട്ട കഴിക്കാതിരിക്കുക. പിന്നെ മുട്ട കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പുഴുങ്ങിയ മുട്ട തന്നെ കഴിക്കുക. ഓംപ്ലേറ്റും ബുൾസയും മാക്സിമം ഒഴിവാക്കുക. കാരണം അതിലെല്ലാം നമ്മൾ എണ്ണ ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കലോറിയുടെ അളവ് കൂടുതലാവും. പിന്നെ മീനിൽ നമുക്ക് സാൽമൺ കഴിക്കാം, അതുപോലെ അയല കഴിക്കാം. പിന്നെ ടൂണ, ഇപ്പോൾ ബോക്സിൽ കിട്ടുന്ന ഒരു ടൂണ ഫിഷ് ഉണ്ടല്ലോ, എനിക്ക് ആദ്യം അത് വെയിറ്റ് കൂടുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ വെയിറ്റ് കൂടൂല. അപ്പൊ അങ്ങനത്തെ മീനെല്ലാം കഴിക്കുക, ഇതിലെല്ലാം പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ കുഞ്ഞു മീനുകളൊക്കെ കഴിക്കാം കേട്ടോ. കുഞ്ഞു മീനുകളിൽ കാൽസ്യം കണ്ടന്റ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. നമ്മുടെ വെത്തൽ പോലുള്ള മീനുകളൊക്കെ, അതൊക്കെ നല്ലതാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ സാധനവും ഉൾപ്പെടുത്തുക. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പരിപ്പ് ഉൾപ്പെടുത്താൻ പറഞ്ഞു, അതേപോലെ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം, അതേപോലെ ചെറുപയർ, കടലയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അതിൽ പ്രോട്ടീൻ ഉണ്ട്, പക്ഷെ ഹൈ കാലറിയാണ്. അതുകൊണ്ട് തന്നെ അത് മുളപ്പിച്ച് ആ സാധനം നമ്മൾ ഉൾപ്പെടുത്തുക. അല്ലാണ്ട് ഡയറ്റ് ചെയ്യണം, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നെ ഞാൻ ഡയറ്റ് ചെയ്യണം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് വെറുതെ നാണം കെടാൻ നിൽക്കണ്ട. നമ്മൾ എല്ലാ ഭക്ഷണവും കംഫർട്ടായിട്ട് കഴിച്ചിട്ട് വേണം ഡയറ്റ് ചെയ്യാൻ. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ കിട്ടുന്നതിൽ നമുക്ക് മോശമില്ല, നമ്മുടെ ശരീരത്തിന് വല്ലാണ്ട് കേടില്ല എന്ന് തോന്നുന്ന സാധനം ഇച്ചിരി കഴിക്കാൻ കുഴപ്പമില്ല. എന്നാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുന്ന് 2 ഗ്ലാസ് പായസവും 2 ലഡുവും പിന്നെ പൊരിച്ചതും കരിച്ചതും ഇങ്ങനെ തിന്നാൻ നിൽക്കരുത്. അപ്പോഴും പറയാ എനിക്കിത് വേണ്ട, എനിക്കിപ്പോൾ ഇത് കഴിക്കാൻ പറ്റില്ല, ഞാനൊരു ട്രീറ്റ്മെന്റിലാണ് എന്ന് പറയാം. ഡയറ്റ് എന്ന് പറയുമ്പോൾ കേൾക്കണ ഒരു പുച്ഛിക്ക്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ നിൽക്കേണ്ട, ഒരു ട്രീറ്റ്മെന്റിലാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഓ, ട്രീറ്റ്മെന്റിലാണോ, എന്നാ വെച്ച് കഴിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് പിന്നെ കൊണ്ടുവന്നതും കൂടെ അവർ തിരിച്ചു കൊണ്ടുപോയിക്കോളും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ചെറിയ വാക്കിൽ വരുത്തുന്ന വ്യത്യാസം കൊണ്ട് തന്നെ നമുക്കൊന്ന് കംഫർട്ടായിരിക്കും. ആ രീതിയിൽ നമ്മളെ ഭക്ഷണം നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ സൂപ്പ്, നമ്മൾ എല്ല് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കുമല്ലോ, സൂപ്പ് നല്ലതാണ്. പക്ഷേ നമ്മൾ നോർമലി ഈ എല്ലൊക്കെ വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ട് അച്ചയിലേക്ക് അപ്പോഴന്നെ അങ്ങ് കുടിക്കും. അപ്പോഴതിൽ നന്നായിട്ട് ഫാറ്റ് ഉണ്ടാവും. അങ്ങനെ കുടിക്കരുത്. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരാൾ സൂപ്പ് കുടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇത് വേവിക്കുക. വേവിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് ഫ്രീസ് ആയി കഴിയുമ്പോഴത്തേക്ക് നെയ്യ് മുഴുവനും മേളിൽ കട്ട കട്ടയായിട്ട് വരും. ആ കട്ടേനെ ഫുള്ള് എടുത്ത് ഒഴിവാക്കുക, നെയ്യിനെ ഒഴിവാക്കുക. അതിനുശേഷം ഉള്ളത് അതിൻ്റെ ഈ എല്ലിനകത്തുള്ള മജ്ജയാണ്. ഇത് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ സൂപ്പ് കഴിക്കുക. വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് വെച്ചിട്ട് സൂപ്പ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സൂപ്പ് ഈ രീതിയിൽ കഴിച്ചാൽ മതി. നമ്മുടെ ഹൈ ആയിട്ടുള്ള ആ നെയ്യ്, ആ ഓയിലി, ആ കണ്ടന്റ് എല്ലാം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് അത് കട്ടായിട്ട് എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് കഴിക്കാം. കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിനും നമ്മുടെ സന്ധികളുടെ ആരോഗ്യത്തിനും എല്ലാം നമുക്ക് നല്ലതാണ്. ചില സൂപ്പുകൾ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും കംഫർട്ടായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാം. ഇപ്പോൾ സൂപ്പൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ വെയിറ്റ് ലോസിനൊന്നും സൂപ്പൊന്നും ഇജ്ജ് തൊടാനേ പാടില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം നമുക്ക് കഴിക്കാം. പക്ഷെ നമ്മൾ ഈ രീതിയിൽ മാക്സിമം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ നമുക്ക്
നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പനീറൊക്കെ നമുക്ക് കഴിക്കാം. ഇപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കാണെങ്കിൽ പ്രോട്ടീൻ കിട്ടാനുള്ള ഒരു ഗുഡ് സോഴ്സ് പനീറാണ്. അപ്പൊ ടോഫു പനീറൊക്കെ യൂസ് ചെയ്യാം. നോൺ വെജ് ആയിട്ടുള്ളവർക്ക് രണ്ടും യൂസ് ചെയ്യാം. പിന്നെ വെജിറ്റേറിയൻ ഉള്ളവരും ചിലപ്പോൾ ഇത് കഴിക്കാറുണ്ട്, മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും കംഫർട്ടിനനുസരിച്ചിട്ട് കഴിക്കുക. അപ്പോൾ അതേപോലെ തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് തൈര് വളരെ നല്ലതാണ്. ഡെയിലി ബേസിൽ തൈര് ഉൾപ്പെടുത്തുക. തൈര് ഉൾപ്പെടുത്തുമ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന തൈര് ഒഴിവാക്കിയിട്ട്, അതല്ലാണ്ട് പ്രോബയോട്ടിക് തൈര് വാങ്ങാൻ കിട്ടുമല്ലോ, അതിലാകുമ്പോൾ കൊഴുപ്പ് ഒഴിവാക്കിയതാണ്. അപ്പൊ അങ്ങനെയുള്ള ഫാറ്റ് കുറഞ്ഞിട്ടുള്ളത് കഴിക്കുക. ഇനി ഗൾഫിലുള്ളവരാണെങ്കിൽ ലെബനോ ലബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോര് വാങ്ങാൻ കിട്ടും. അതിൽ 2 ടൈപ്പ് ഉണ്ട്, ഫുൾ ഫാറ്റ് ഉള്ളതും ഉണ്ട്, ഫാറ്റ് കുറഞ്ഞതും ഉണ്ട്. അപ്പൊ ഫുൾ ഫാറ്റ് ഉള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് വാങ്ങരുത്. അതല്ലാത്തത് വാങ്ങിയിട്ട് കഴിക്കാം. ഈ രീതിയിൽ നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കഴിക്കാനും നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫുഡ് പ്ലേറ്റ് അറേഞ്ച് ചെയ്യാനും നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, നമുക്ക് തോന്നിയതുപോലെ നമ്മൾ ഒന്നും ചെയ്യരുത്. എപ്പോഴും നിങ്ങളൊരു കൺസൾട്ടേഷൻ എടുത്ത് നിങ്ങളുടെ കോച്ചിന്റെ അനുമതിയോടുകൂടി, കോച്ച് പറയുന്നതിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംഫർട്ടായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചു ഫുഡ് പ്ലേറ്റ് അയച്ചു കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങളുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും വൈറ്റമിൻസും കിട്ടിയിട്ടുണ്ടോ എന്നും കോച്ചിന് അറിയാൻ പറ്റില്ല, ഗൈഡ് ചെയ്യാനും പറ്റില്ല. അതേപോലെ വാട്ടർ ഇൻടേക്കിന്റെ കാര്യം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പട്ടിണി കിടന്നിട്ട് വെയിറ്റ് ലോസ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തുന്ന സമയത്ത് വീണ്ടും കൂടും. ഇപ്പൊ നമ്മൾ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും വൈറ്റമിൻസും നമ്മുടെ ഫൈബറും കിട്ടുന്ന രീതിയിൽ ഒരു ഫുഡ് പ്ലേറ്റ് അറേഞ്ച് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താലും വെയിറ്റ് കൂടില്ല. ഗോതമ്പിലും രണ്ടിലും ഏതാ ബെറ്റർ? അരിയിലും ഗോതമ്പിലും ബെറ്റർ ഗോതമ്പാണ്. കാരണം എന്താന്ന് വെച്ചാൽ രണ്ടിലും കലോറി കൂടുതലാണ്, കാർബ് കൂടുതലാണ്. പക്ഷേ ഗോതമ്പില് ഫൈബർ കണ്ടന്റ് കുറച്ച് കൂടുതലാണ് അരിയിനെക്കാളും. അതുകൊണ്ട് അരിയും ഗോതമ്പും വെച്ച് നോക്കുമ്പോൾ ഗോതമ്പാണ് ബെറ്റർ. എന്നാൽ അതിനേക്കാളും ബെറ്റർ എന്താന്ന് വെച്ചാൽ മില്ലറ്റ്സുകളാണ്, ചെറുധാന്യങ്ങൾ. അതായത് നമ്മുടെ ചാമ അരി, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മില്ലറ്റ്സ് ഉണ്ട്, കൂടോ മില്ലറ്റ്സ്, പിന്നെന്താ കുതിരപാലൻ, ഫ്ലാക്സ്, അങ്ങനെ ഒരുപാട് മില്ലറ്റ്സുകളുണ്ട്. പണ്ടുള്ളവർക്ക് അറിയാം, പണ്ടുള്ളവരൊക്കെ ചോറിനേക്കാളും കൂടുതൽ ഈ ചാമരിയൊക്കെ വെച്ച് കഞ്ഞി കുടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ കുറെ കൂടെ നല്ലതാ. കാരണം നമ്മളെ നോർമലി അരി ഗോതമ്പ് എടുക്കുന്ന അത്രയും കലോറി നമുക്ക് അതിലില്ല, അതേപോലെ നല്ല ഫൈബറും ഉണ്ട്. അപ്പൊ ബെറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലറ്റ്സുകളാണ്.